എസ് ലഹരി സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹത്തെക്കാൾ വലിയ ദ്രോഹമാണ് സ്വന്തം ശരീരത്തോട് ചെയ്യുന്നതെന്ന് അത് ഉപയോഗിക്കുന്നവർ തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. വ്യായാമങ്ങളിലും ഫിറ്റ്നസിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന യുവാക്കൾ നമുക്ക് പ്രചോദനവും വലിയ പ്രതീക്ഷയുമാണ്. കോഴിക്കോട് പാവങ്ങാട്ടെ ബെസ്റ്റ് ലൈഫ് ഫിറ്റ്നസ് സെന്ററിലേക്കൊന്ന് പോയി വരാം. നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകളെ ലഹരി കാർന്നു തിന്നുമ്പോൾ ഫിറ്റ്നസ്സാണ് ഞങ്ങളുടെ ലഹരി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കൂട്ടം യുവാക്കൾക്കിടയിലാണ് ഇന്ന് 24 ഉള്ളത്. ഇന്നത്തെ യുവതലമുറ ഏർപ്പെടുന്നൊരു പ്രശ്നമാണ്, വളരെയധികം ഒരു ഗുരുതരമായ പ്രശ്നമാണ് ഡ്രഗ്സ്. ഫിറ്റ്നസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും തന്നെ ഒരു ഡ്രഗ്സിന് അടിമയാവില്ല. കാരണം എന്താ, അവരുടെ ഡ്രഗ്സ് എന്ന് പറയുന്നത് അവരുടെ സ്പോർട്സാണ്, അവരുടെ ഫിറ്റ്നസ്സാണ്. ഒരു ശരീരം നോക്കുന്ന ഒരു യുവാവ് ഒരിക്കൽ പോലും ഡ്രഗ്സ് യൂസ് ചെയ്യുമെന്നും തോന്നുന്നില്ല. കാരണം ഡ്രഗ്സ് എന്ന് പറയുന്നത് അവരുടെ വർക്കൗട്ട്, അതായത് ശരീരം ഒരു ദിവസം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ, അതായത് മെൻ്റലി, മെയിനായിട്ട് പറയുകയാണെങ്കിൽ മെൻ്റലി ചേഞ്ചസ് വളരെ പ്രധാനമാണ്. ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റിയും മെൻ്റൽ ഹെൽത്തും വളരെ ക്ലോസ് റിലേറ്റഡ് ആണ്. ആസ് പെർ സൈക്കോളജി നോക്കുകയാണെങ്കിൽ നമ്മളെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന ഹോർമോണൽ ചേഞ്ചസ്, പോസിറ്റീവ് ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ് ഒക്കെ, ഡോപ്പമൈൻ പോലുള്ള ഹോർമോൺസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചേഞ്ച് നമ്മുടെ കോൺഫിഡൻസിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പേഴ്സണാലിറ്റിയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ആക്ച്വലി ഈ ഒരു മേഖലയിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകളാണ് ഈ പറയുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന, ക്വിക്കായിട്ട് കിട്ടുന്ന ഈ പറയുന്ന ഹാപ്പിനെസ്സിലേക്ക്, ലഹരി പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് മനസ്സിലാക്കുന്നില്ല അവർ എത്രത്തോളം തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് കടന്നു പോകുന്നതെന്നുള്ളത്. പിന്നെ പിടിച്ചാൽ കിട്ടൂല. എൻ്റെ ഇപ്പോൾ ബേസിക്കലി ഞാൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ ഫിറ്റ്നസ് ചെയ്യുന്നുണ്ട്, അതേപോലത്തെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാനൊരു സിംഗറാണ്. അപ്പോൾ എനിക്ക് ഈ മൂന്നാണ് എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. മെയിൻലി ഫോക്കസ് ചെയ്ത് ഞാൻ പറയണ്ടല്ലോ, നമ്മൾ ഫിറ്റ്നസ്സാണ്. നമ്മൾ എവിടെ പോയി നിൽക്കുമ്പോഴായാലും നമുക്കൊരു കുറച്ചൊരു ഇത് വേണമെങ്കിൽ നമ്മൾ ഫിറ്റ്നസ് ആയിട്ട് മെയിൻലി വേണം. ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം തന്നെ നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അത് അങ്ങോട്ടേക്ക് കളഞ്ഞു മാറ്റാം. ഡ്രഗ്സ് എന്നുള്ള സംഭവം തന്നെ അത് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളെ ഹെൽത്ത് നോക്കാം. അതാണ് എനിക്ക് മെയിൻലി നമ്മൾ യൂത്തിനോട് പറയാനുള്ളത്. നമ്മൾ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഹെൽത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. എങ്ങനെയായാലും ഹെൽത്ത് ഇല്ലെങ്കിൽ ഒന്നും പോസിബിൾ അല്ലല്ലോ. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. എന്തായാലും ഈ ജിമ്മിലൊക്കെ പോവുകയും ഫിറ്റ്നസ് സെൻ്ററിലൊക്കെ പോവുകയും ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചല്ലോ. അത് കാര്യം മനസ്സും ശരീരവും ചില ബന്ധങ്ങളുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ. ഇങ്ങനെയൊക്കെ എക്സർസൈസ് ചെയ്യുന്ന ആൾക്കാർ പൊതുവേ ഈ ലഹരിക്കൊന്നും അടിപ്പെടാറില്ല. അവർ ലഹരി അതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.